dear students, to our next class of Management Theory and Practices. ഓക്കെ, നമ്മൾ മൊഡ്യൂൾ 5 ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നത്. നമുക്ക് അതിൻ്റെ കുറച്ചുകൂടി അപ്പോൾ അധികം നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് നോക്കിയാൽ അറിയാം നമ്മുടെ ഏകദേശം ദാറ്റ് വി ആർ കമ്മിങ് ടു ദി എൻഡ് ഓഫ് മൊഡ്യൂൾ 5ലേക്ക് നമ്മൾ വരികയാണ്. ഇന്ന് നമുക്ക് കുറച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആസ് യൂഷ്വൽ നമുക്ക് എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എന്നുള്ളതൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് പോകാം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് പുതിയ ടേംസുകളൊക്കെ നമ്മൾ പഠിച്ചിരുന്നു, ഓർമ്മയുണ്ടോ? ഫിലാന്ത്രോപ്പി എന്ന് പറഞ്ഞിട്ട് പഠിച്ചിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ കോർപ്പറേറ്റ് ഫിലാന്ത്രോപ്പി എന്നുള്ളത് നമ്മൾ പറഞ്ഞു. പിന്നെ ഒരു CG കോർപ്പറേറ്റ് ഗവേണൻസ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നു. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. കാരണം ദാറ്റ് ഈസ് ചോദിക്കുന്ന പുതിയതായിട്ട് ബിസിനസ്സിലൊക്കെ കയറി വരുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഞാൻ പഠിക്കണം എന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നു അല്ലേ? അതിൻ്റെ ഡെഫിനേഷൻ കൃത്യമായിട്ട് അറിയണം. ആൻഡ് വി ഹാവ് ഓൾസോ ഡിസ്കസ്ഡ് അബൌട്ട് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നു. ആൻഡ് ടുഡേ ദാറ്റ് വി ആർ ഫസ്റ്റ് ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി ഇമ്പോർട്ടൻസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? ഇമ്പോർട്ടൻസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് ഉണ്ട്. ആൻഡ് ദ നെക്സ്റ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വാട്ട് ആർ ദ ബെനിഫിറ്റ്സ്. അതായത് കോർപ്പറേറ്റ് ഗവേണൻസ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒരു എന്റർപ്രൈസിനോ കമ്പനിക്കോ ഓർഗനൈസേഷനോ എന്തൊക്കെ ബെനിഫിറ്റ്സുകൾ ഉണ്ടാകും എന്നുള്ളതാണ് നെക്സ്റ്റ് ദാറ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ അതോടുകൂടി ഐ തിങ്ക് CG എന്നുള്ള നമ്മുടെ കഴിയും. ആൻഡ് വി ഹാവ് ടു എൻ്റർ ഇൻ ടു എ ന്യൂ ടോപ്പിക്കിലേക്ക് നമുക്ക് കയറണം. അത് ദാറ്റ് ഈസ് ഇന്ത്യൻ വാല്യൂസ് ആൻഡ് ഇന്ത്യൻ എത്തോസ് ആൻഡ് വാല്യൂ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള അതാണ്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അത് കുറച്ച് ഞാൻ അതിൻ്റെ സ്ലൈഡ്സ് കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതൊന്നും തന്നെ ഉള്ളത് നോക്കി പഠിച്ചാൽ മതി കേട്ടോ. അത് നമുക്ക് ആദ്യം അപ്പോൾ ഒന്ന് ഡിസ്കസ് ചെയ്യേണ്ടത് വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് CG അഥവാ കോർപ്പറേറ്റ് ഗവേണൻസ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിൽ അത് വന്നിട്ട് ദാറ്റ് ഈസ് അധികം കാലമായിട്ടില്ല, റീസെൻ്റ്ലി ആയിട്ട് വന്നിട്ടുള്ള സംഭവമാണ്. അതിൻ്റെ ഫസ്റ്റ് അതായത് ഈ പറഞ്ഞ റീസൺസ് കൊണ്ട് കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണെന്നാണ് പറയുന്നത്, ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് റീസൺസ്? ഫസ്റ്റ് റീസൺ ഈസ് ദ ലാർജ് നമ്പർ ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പോൾ അതായത് തന്നെ ഞാൻ പറഞ്ഞു, ആദ്യം നമ്മൾ ആ പോയിന്റിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഗ്രഹിക്കാനായിട്ട് പറ്റും. അതായത് നമ്മൾ പറഞ്ഞു ഒരു കമ്പനിയുടെ ആക്ടിവിറ്റീസിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരുപാട് ആളുകളുണ്ടായിരിക്കും. അപ്പോൾ അത് തന്നെയാണ് ഫസ്റ്റ് റീസൺ വൈ ദ ഫേംസ് ആർ ഗോയിങ് ഫോർ കോർപ്പറേറ്റ് ഗവേണൻസ്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ പറയുന്നില്ലെങ്കിൽ പോലും ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യണത്, നമ്മൾ സ്ട്രെസ് ചെയ്ത് പറയുന്നത്. അപ്പോൾ എന്താണെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരാണെന്ന് പറഞ്ഞു തരണ്ട. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കറക്റ്റ് ഒരു സ്ലൈഡൊക്കെ ഇട്ട് തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരാണെന്ന് പറഞ്ഞു തന്നിരുന്നു. ഒരു കമ്പനിയെ സംബന്ധിച്ച് അതിന് ഒരുപാട് ഇതുണ്ടാവും എന്നാണ് പറയുന്നത്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ആൻഡ് ദീസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഹാവ്, ഓരോ സ്റ്റേക്ക് ഹോൾഡേഴ്സും നമ്മൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം അവർക്ക് അവരുടേതായിട്ടുള്ള ഓരോരുത്തരുടേതായിട്ടുള്ള റൈറ്റ്സുകളും ഇൻട്രസ്റ്റുകളും ഓരോ താല്പര്യങ്ങളും ഓരോ അവകാശങ്ങളും ഓരോരുത്തർക്കും ഒരു സപ്ലയർക്കുള്ള ഒരു റൈറ്റ് ആയിരിക്കില്ല ഒരു കസ്റ്റമർക്ക് ഉണ്ടായിരിക്കുക, ഒരു കസ്റ്റമറിനുള്ള റൈറ്റ് ആയിരിക്കില്ല ഒരു ഷെയർ ഹോൾഡറിന് ഉണ്ടായിരിക്കുക അല്ലേ? അങ്ങനെ അവർക്ക് അവരുടേതായിട്ടുള്ള ചില അവകാശങ്ങളും ചില താല്പര്യങ്ങളും ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെയുള്ള ഓരോരുത്തരുടെയും ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം എന്നാണ് പറയുന്നത്, ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് വേണം. ക്ലിയർ? അപ്പോൾ അതാണ് ദാറ്റ് ഇസ് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. CG ഇത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാനുള്ള റീസൺ എന്താണ്, ദർ ഇസ് ലോട്ട്സ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ എ കമ്പനി. ഓക്കെ, ദ സെക്കൻഡ് പോയിന്റ് പറയുന്നത് എന്താണ്, ചേഞ്ചിങ് സ്ട്രക്ചർ ഓഫ് ഓണർഷിപ്പ്. ഓണർഷിപ്പിൻ്റെ സ്ട്രക്ചറിൽ ചില മാറ്റങ്ങൾ, അതും ദാറ്റ് ഈസ് വൺ ഓഫ് ദ റീസൺ വൈ ഫേംസ് ആർ അഡോപ്റ്റിംഗ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്നത് എന്താണ് പറയുന്നത്, അതായത് പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോൾ ഓർഗനൈസേഷൻ സ്ട്രക്ചറിലൊക്കെ എന്തുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് കാരണം ഇതാണ് നമ്മൾ പറഞ്ഞു LPGക്ക് ശേഷം ദാറ്റ് ഇസ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷന് ശേഷം ഇന്ത്യ ഒരു റെസ്ട്രിക്റ്റീവ് മാർക്കറ്റ് എന്നുള്ളത് ദാറ്റ് ഇസ് ഗ്ലോബലൈസേഷൻ വന്നു, ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് വന്നു തുടങ്ങി, നമ്മൾ പുറത്തേക്ക് പോയി ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വന്നു തുടങ്ങി അല്ലേ? അപ്പോൾ നമ്മുടെ മൊത്തം ഓർഗനൈസേഷൻസിൻ്റെ സ്ട്രക്ചറിൽ അല്ലെങ്കിൽ കമ്പനിയുടെ സ്ട്രക്ചറിൽ മാറ്റം വന്നു തുടങ്ങി. അതുകൊണ്ട് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ അതിനകത്ത് ആരുണ്ടായിരിക്കും, ഡൊമസ്റ്റിക് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടായിരിക്കും, ഫോറിൻ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഫോറിൻ പ്രൊമോട്ടേഴ്സ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടായിരിക്കും, FII നമ്മൾ പറയും, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവരുണ്ടായിരിക്കും, മ്യൂച്വൽ ഫണ്ടുകൾ, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ്, അങ്ങനെ ഒരുപാട് പേരുകൾ തന്നെ, അങ്ങനെ ഒരുപാട് പേര് അടങ്ങിയിട്ടായിരിക്കും ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അത് പ്രത്യേകിച്ച് ആലോചിക്കുക, ഫോറിൻ അതായത് ഇപ്പോൾ ദാറ്റ് ഈസ് അമേരിക്ക അങ്ങനെയുള്ള പോലെ ഡെവലപ്ഡ് രാജ്യത്തു നിന്നൊക്കെ നമ്മുടെ ഫിനാൻഷ്യൽ പ്രൊമോട്ടേഴ്സ് ആയിട്ട് വരുമ്പോൾ അവർ കമ്പൽസറി ആയിട്ട് പറയും ദ ഫേം ഷുഡ് ഫോളോ ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയും.
കണ്ടു. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ അട്രാക്ട് ചെയ്യണമെങ്കിൽ ഓർഗനൈസേഷൻസിന് നിർബന്ധമായും എന്ത് ഫോളോ ചെയ്യേണ്ടതായിട്ട് വന്നു? ഈ പറയുന്ന കോർപ്പറേറ്റ് ഗവേണൻസ്. ഇനിയിപ്പോൾ എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്നല്ലേ നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. എന്താണ് നമ്മൾ കോർപ്പറേറ്റ് ഗവേണൻസിനെ കുറിച്ച് പറഞ്ഞത്? ദാറ്റ് ഈസ് നമ്മുടെ ഓർഗനൈസേഷനിൽ എങ്ങനെയായിരിക്കുന്നതാണ് പറയുന്നത്? കമ്പനീസ് എങ്ങനെയൊക്കെ മാനേജ് ചെയ്തിരിക്കും? എഫിഷ്യൻ്റ്ലി മാനേജ് ചെയ്യണം, ട്രാൻസ്പെറൻ്റ്ലി മാനേജ് ചെയ്തിരിക്കണം, അതുപോലെ തന്നെ എത്തിക്കലി മാനേജ് ചെയ്തിരിക്കണം. ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഇതിലെ 3 മെയിൻ പോയിൻ്റാണ് സി ജിക്ക് ഞാൻ പറഞ്ഞത്: ട്രാൻസ്പാരൻറ്റ്, ഫെയർനെസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പോൾ അത് വേണമെന്ന് അവർ നിർബന്ധമായും പറയും. അതുകൊണ്ട് തന്നെ എന്താണെന്നാണ് പറയുന്നത്? ഈ ചേഞ്ചിങ് സ്ട്രക്ചർ ഓഫ് ദി ഓണർഷിപ്പിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നതിനനുസരിച്ചിട്ട് ദാറ്റ് ഈസ് അവർക്ക് കോർപ്പറേറ്റ് ഗവേണൻസ് ഫോളോ ചെയ്യേണ്ടതായിട്ട് വന്നു എന്നാണ് പറയുന്നത്. അതായത് ദേ ആസ്ക് ദ കമ്പനി ടു അഡോപ്റ്റ്. അപ്പോൾ ഒരു ഇങ്ങനെയുള്ള ഫോറിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ മറ്റുള്ള പുറമേ നിന്നുള്ള ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യും? നിർബന്ധമായിട്ടും നിങ്ങൾ CG ഫോളോ ചെയ്യണമെന്ന് പറയും. എന്താ പറയാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിയോട് പറയും നിങ്ങൾ ഒന്നുകൂടി കസ്റ്റമർ ഫ്രണ്ട്ലി ആവണമെന്ന് പറയും. എല്ലാ സോഷ്യൽ ഗ്രൂപ്പ്സിൻ്റെയും ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറയും. അതുപോലെ തന്നെ യു ഹാവ് ഓൾസോ ടു പ്രൊട്ടക്ട് ദി എൻവയോൺമെൻറ്റ് എന്നുള്ള പോളിസീസ് ഒക്കെ ഇങ്ങനെയുള്ള ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഉയർത്തിപ്പിടിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തുകൊണ്ട് വരണം? നല്ല കോർപ്പറേറ്റ് ഗവേണൻസ് ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് പറയുന്നത് CG ഈസ് കൺസിഡേർഡ് ടു ബി ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് കമ്പനി മാനേജ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ അതാണ് സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത്. തേർഡ് റീസൺ എന്താണ്? ഗ്രേറ്റർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അല്ലെ, നമ്മൾ CSR പഠിച്ചു വന്നതാണ്. നമ്മൾ പറഞ്ഞു ഇന്നത്തെ ബിസിനസ്മാൻ എന്ന് പറയുന്നത് കൂടുതൽ അവരെന്താണ് they know the importance to make some contributions to the society എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത് പല കമ്പനീസും, പ്രത്യേകിച്ച് ഒരുവിധ ഗവൺമെൻറ് കമ്പനീസിനേക്കാൾ അധികമുള്ളത് ഏതായിരിക്കും? പ്രൈവറ്റ് കമ്പനീസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദേ ഹാവ് എന്താണ് സർട്ടൻ റെസ്പോൺസിബിലിറ്റീസ് അവർ മേലുണ്ട് ടു സെർവ് ദ സൊസൈറ്റി അല്ലേ. നമ്മളത് ഡീറ്റെയിലിൽ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. അതിൽ ചില എക്സാമ്പിൾസ് ആണ് കൺസർവേഷൻ ഓഫ് റിസോഴ്സസ് അല്ലേ. നമ്മൾ പ്രത്യേകം പറയുന്നു സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സുകളൊക്കെ വളരെ സൂക്ഷിച്ച് യൂസ് ചെയ്യണം. നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, അത് പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞു പോവർട്ടി ലൈനിലുള്ള അങ്ങനെയുള്ളവർക്കൊക്കെ അവരെയൊക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവർ ചെയ്തിരിക്കണം. അവരുടെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി എന്താണ്? പ്രൊവൈഡ് ഗുഡ് ക്വാളിറ്റി പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് വിത്ത് ഒരു മിനിമം ഒരു അഫോർഡബിൾ പ്രൈസിൽ കൊടുക്കുക എന്നുള്ളത് അല്ലേ. ക്വാളിറ്റി പ്രൊഡക്ട്സ് കൊടുക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ക്വാളിറ്റി സർവീസസ് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഹൈ പ്രയോറിറ്റിയിൽ ഇരിക്കുന്ന സംഭവം. അപ്പോൾ ഇതൊക്കെ കൊടുക്കണമെന്നുള്ളത് എന്ത് ചെയ്തിട്ടുണ്ട്? ദാറ്റ് ഈസ് ഇന്നത്തെ ബിസിനസ് മാനേജ് മനസ്സിലായിട്ടുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് ആവശ്യം അല്ലേ. അപ്പോൾ ഇതും ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി മനസ്സിലായതുകൊണ്ട് തന്നെ പല ഓർഗനൈസേഷൻസ് എന്ത് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്? ദേ ആർ റെഡി ടു അഡോപ്റ്റ് ദി കോർപ്പറേറ്റ് ഗവേണൻസ്. ഇനി ഫോർത്ത് റീസൺ എന്ന് പറയുന്നത് കോർപ്പറേറ്റ് സ്കാംസ് ആൻഡ് ഫ്രോഡ്സ് എന്നാണ് പറയുന്നത്. ഫ്രോഡ് എന്നൊക്കെ പറഞ്ഞാൽ കള്ളത്തരങ്ങൾ. ഒരുപാട് അതായത് പല കമ്പനികളൊക്കെ ഒരു കാലത്ത് ഭയങ്കര സ്കാംസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അഴിമതി എന്നല്ല, അപ്പോൾ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ, പലതരം കള്ളത്തരങ്ങൾ, അങ്ങനെ ഒരുപാട് കമ്പനീസ് ഒരു കാലത്ത് പോയിരുന്നു. അപ്പോൾ അത് ഒന്ന് ഒഴിവാക്കണം. അതൊന്ന് ഒഴിവാക്കി വെൽ മാനേജ് എന്നുള്ള രീതിയിലേക്ക് കമ്പനീസിന് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ CG വേണമെന്നാണ് പറയുന്നത്. വൺ ഓഫ് ദ റീസൺ ഫോർ അഡോപ്റ്റിംഗ് CG എന്ന് പറയുന്നത് ബിക്കോസ് ഓഫ് ദി റീസൺ ഓഫ് കോർപ്പറേറ്റ് സ്കാംസ്, അഴിമതികളും അങ്ങനെയുള്ള കള്ളത്തരങ്ങളും ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ കമ്പനീസിൽ വന്നുകൂടി എന്നാണ് പറയുന്നത്. അതായത് ഈ റീസെൻറ്റ് ഇയറിലൊക്കെ ഒരുപാട് കോർപ്പറേറ്റ് സ്കാംസുകളും ഫ്രോഡ്സും എന്ത് ചെയ്തിട്ടുണ്ട്? കോർപ്പറേറ്റ് വേൾഡിൽ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് പ്രത്യേകിച്ച് നമ്മുടെ BOD, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്നുള്ളത്. BOD എന്നാണ് നമ്മളെ ഷോർട്ട് ഫോമിൽ പറയാം. അവരെന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് കുറച്ച് പവർ ഉണ്ടായിരിക്കും. ആ പവറൊക്കെ എന്ത് ചെയ്യണം? ദേ ആർ മിസ്യൂസിങ് ഇറ്റ്. അവരത് എന്ത് ചെയ്യാണ്? മിസ്യൂസ് ചെയ്യുന്നു. അവരുടെ ആ പവർ വെച്ചുകൊണ്ട് ഒരുപാട് ഫ്രോഡ് എന്ന് പറഞ്ഞാൽ കള്ളത്തരങ്ങൾ അവർ ഒരുപാട് ചെയ്യുന്നു. മാനിപ്പുലേഷൻസ് നടത്തും. മാനിപ്പുലേഷൻസ് എന്താണ്? ഇപ്പോൾ കണക്കിലെ കള്ളത്തരങ്ങളൊക്കെ നടത്താം. അതിനാണ് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുക, ചേഞ്ച് എന്നുള്ള മീനിങ്ങിൽ കേട്ടോ. മാനിപ്പുലേഷൻസ് നടത്തുന്നു. പിന്നെ ഇൻസൈഡർ ട്രേഡിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ചിലപ്പോൾ ചില വിവരങ്ങൾ പബ്ലിക് ആകുന്നതിന് മുൻപ് തന്നെ ചിലപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സുള്ള ആളുകൾ അറിയും. അത് ഇൻസൈഡിൽ ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് ഇൻഫർമേഷൻസ് തരാനായിട്ട് അവർ കുറച്ച് ആളുകളൊക്കെ എന്ത് ചെയ്യും? ഒരുക്കി വയ്ക്കും. അതായത് എല്ലാവരും അറിയുന്നതിന് മുൻപ് അവർ ചില കാര്യങ്ങൾ അറിയും. അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ എന്തെടുക്കും? അവരുടെ അഡ്വാൻറ്റേജ് എടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയാണ് പറയുന്നത്. ആൻഡ് ബിക്കോസ് ഓഫ് ദിസ് കോർപ്പറേറ്റ് ഗവേണൻസ് ഈസ് നെസസറി ടു കൺട്രോൾ ആൻഡ് റെഗുലേറ്റ് ദ പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ദി BOD, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഡ്യൂട്ടീസും അവരുടെ പവേഴ്സും ഡ്യൂട്ടീസും കൺട്രോൾ ചെയ്യാനായിട്ട് എന്താവശ്യമായിട്ട് വന്നു? കോർപ്പറേറ്റ് ഗവേണൻസ് ആവശ്യമായിട്ട് വന്നു. ക്ലിയർ? ആൻഡ്
ഫിഫ്ത്ത് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഫിഫ്ത്ത് റീസൺ വൈ കോർപ്പറേറ്റ് ഗവേണൻസ് ഈസ് അഡോപ്റ്റഡ് എന്നുള്ളതാണ് ഷെയർ ഹോൾഡർ ആക്ടിവിസം എന്നാണ് പറയുന്നത്. എന്താണ് ഷെയർ ഹോൾഡർ ആക്ടിവിസം എന്ന് പറയുന്നത്? നമുക്ക് നോക്കാം എന്താണെന്നത്. ഷെയർ ഹോൾഡേഴ്സ് ജോയിൻ ടുഗെദർ ടു പ്രൊമോട്ട് ദെയർ ഇൻട്രസ്റ്റ് ആൻഡ് റൈറ്റ്സ് സച്ച് ആസ് റൈറ്റ് ടു ഇൻഫോർമേഷൻ. അതായത് പണ്ടത്തെ പോലെയല്ല, ഷെയർ ഹോൾഡേഴ്സ് ഒക്കെ ഒന്നിച്ചു കൂടിയിട്ട് അവർക്ക് അവരുടെ ചില അവകാശങ്ങളുണ്ട്, അവർക്ക് അവരുടേതായ ചില താല്പര്യങ്ങളുണ്ട്. അത് തങ്ങൾക്ക് വേണമെന്ന രീതിയിൽ അവരത് എന്താണ് ചോദിച്ചു വാങ്ങാൻ തയ്യാറാണെന്നാണ്. അവർ ഒന്നിച്ചു കൂടും അതിന് വേണ്ടിയിട്ട്. അങ്ങനെ എന്തിനുള്ള റൈറ്റുകളാണ്? റൈറ്റ് ടു ഇൻഫോർമേഷൻ. അതായത് കമ്പനിയെ കുറിച്ച് എന്ത് ഇൻഫോർമേഷൻ ഉണ്ടെങ്കിലും അവർക്ക് അത് അറിയാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ഒരു കാലങ്ങളിൽ ഉണ്ടായിരുന്നു പലതും കമ്പനിയുടെ കാര്യങ്ങളൊന്നും ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. നമ്മൾ പഠിച്ച പോലെ ട്രാൻസ്പെറൻസി ഉണ്ടായിരുന്നില്ല, ഫെയർനെസ് ഉണ്ടായിരുന്നില്ല, അക്കൗണ്ടബിലിറ്റി ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നീട് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഒരു ഇതായി മാറി അവരൊന്നും കൂടി അവരുടെ അവകാശങ്ങളെ കുറിച്ച് ബോധവാന്മാരാക്കി അവർ ഒന്നിച്ചുകൂടി അവരവരുടെ ചില സംരക്ഷണങ്ങൾ, അവരുടെ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു തുടങ്ങി. അതായത് എന്തൊക്കെയായിരുന്നു? അതൊന്ന് റൈറ്റ് ടു ഇൻഫോർമേഷൻ അല്ലേ, അവരാണ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നവരാണ്. അപ്പോൾ അവർക്ക് ആ കമ്പനിയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയണമെന്നുണ്ടായിരുന്നു, അത് അവർ റൈറ്റ് ആയിട്ട് പറയുന്നുണ്ട്. ട്രാൻസ്പെറൻസി, എല്ലാ കാര്യങ്ങളിലും ഒരു സുതാര്യത വേണം എന്നുള്ളത്. ഡിസ്ക്ലോഷർ, അക്കൗണ്ടബിലിറ്റി ഓഫ് എന്തിനെ കുറിച്ചുള്ളതൊക്കെ വേണം. ആരാണ് കമ്പനിയുടെ ഡയറക്ടർ, ഞങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ അതൊന്ന് ചെയ്തിരിക്കും എന്ന രീതിയിൽ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ അവരുടെ പവറിനെ പ്രോക്സീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഷെയർ ഹോൾഡർക്ക് അവിടെ വരാൻ പറ്റിയില്ലെങ്കിൽ അദ്ദേഹത്തിന് ആരെങ്കിലും ഏൽപ്പിക്കാം. ഞാനവിടെ വരുന്നില്ലെങ്കിൽ എനിക്ക് പകരം താങ്കൾക്ക് ഹാജരാകാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രോക്സി കൊടുക്കാമെന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അവരിപ്പോൾ കൂടുതൽ ബോധവാന്മാരെന്നാണ് പറയുന്നത്. മിക്ക ഷെയർ ഹോൾഡേഴ്സ് അസോസിയേഷൻസ് ആൻഡ് സ്ട്രോങ് ഷെയർ ഹോൾഡേഴ്സ് മൂവ്മെന്റ് കേട്ടോ, അവർ ഒന്നിച്ചുകൂടി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഒരു മുറവിളി കൂട്ടാന്ന് പറയില്ലേ, ആ രീതിയിൽ അവർ വന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദീസ് ഓൾസോ ഹാവ് ലെഡ് ടു ദി ഡിമാൻഡ് ഫോർ ഗുഡ് ഗവേണൻസ് ഓഫ് കോർപ്പറേഷൻസ്. കോർപ്പറേഷൻസിൽ നല്ല രീതിയിലൊരു മാനേജ്മെന്റ് വേണം എന്നുള്ളൊരു രീതിയിലേക്ക് എത്തി. നെക്സ്റ്റ് പറയുന്നതാണ് സ്ട്രോങ് റെഗുലേറ്ററി സിസ്റ്റം. റെഗുലേറ്ററി എന്ന് കണ്ടാൽ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കി വെച്ചോളൂ, അത് എന്തുമായിട്ടുള്ളതായിരിക്കും? ദാറ്റ് ഈസ് നിയമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അതും ഒരു റീസൺ ആണെന്നാണ് പറയുന്നത്. സ്ട്രോങ് റെഗുലേറ്ററി സിസ്റ്റം വന്നതിന് പ്രത്യേകിച്ച് ഇപ്പം അവരുമായി ബന്ധപ്പെട്ട സെബിയൊക്കെ ഉണ്ട്. സെബിയാണ് ഇങ്ങനത്തെ ഇവരുടെ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയും കേട്ടോ, അവരാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ സെബി പോലെയുള്ള റെഗുലേറ്ററി ബോഡീസ് വന്നപ്പോൾ അവർ ഭയങ്കര സ്ട്രിക്റ്റ് ആയപ്പോൾ മിക്ക കമ്പനീസും അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് എന്തിലേക്ക് വരേണ്ടി വന്നു? കോർപ്പറേറ്റ് ഗവേണൻസ് ഫോളോ ചെയ്യേണ്ട ആ ഒരു തിങ്കിങ്ങിലേക്ക് അവർക്ക് വരേണ്ടതായിട്ട് വന്നു. അതാണ് പറയുന്നത് കോർപ്പറേറ്റ് ഗവേണൻസ് ഈസ് നെസസറി ഫോർ ദ സസ്റ്റെയിൻഡ് ഗ്രോത്ത് ഓഫ് ദി ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റ് ഒരു ഭംഗി കഴിഞ്ഞില്ലെന്ന് പറയും. ക്യാപിറ്റൽ മാർക്കറ്റ് ഇത്രയും നമ്മുടെ ഷെയർസൊക്കെ ഇല്ലേ, ഷെയർസ് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലിംഗ് ഇപ്പോൾ നമുക്ക് വേണ്ട കാര്യമില്ല, അത് മനസ്സിലാക്കി വയ്ക്കുക. ഷെയർസ് വിൽക്കുക, ക്യാപിറ്റൽ മാർക്കറ്റ് ലോങ് ടേം എന്നാണ് നമ്മളതിനെ പറയുക. അങ്ങനെയുള്ള ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഗ്രോത്ത് വേണമെങ്കിൽ അവിടെ എന്ത് വേണമെന്നായി? കോർപ്പറേറ്റ് ഗവേണൻസ് ഫോളോ ചെയ്യണമെന്ന് വന്നു എന്നാണ് പറയുന്നത്. കാരണം മെയിൻ എയിം ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് നമ്മൾ എന്താ പറയുന്നത്? പ്രൊട്ടക്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സ് അല്ല, സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പോൾ അവരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കോർപ്പറേറ്റ് ഗവേണൻസ് വന്നു. അതിനുവേണ്ടി സെബി എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്? മെയിൻ കോർപ്പറേറ്റ് ഗവേണൻസ് കമ്പൽസറി. സെബി എന്ന് പറഞ്ഞാൽ ഒരു റെഗുലേറ്ററി ബോഡിയാണ്. ക്യാപിറ്റൽ മാർക്കറ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവരുടെ അനുമതിയോട് കൂടിയാണ് ചെയ്യുക. സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അറിയാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ഫോം അവിടെ എഴുതി വയ്ക്കാം. അപ്പോൾ അവർ എന്ത് ചെയ്തു? ഒരു എല്ലാ കമ്പനികൾക്കും അല്ലെങ്കിൽ പോലും ചില കമ്പനികൾക്കൊക്കെ കോർപ്പറേറ്റ് ഗവേണൻസ് എന്നുള്ളത് കമ്പൽസറി ആക്കി മാറ്റി എന്നാണ് പറയുന്നത്. അതിൻ്റെ ഉദ്ദേശം ഒന്ന് പ്രത്യേകിച്ച് സെബി അത് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെബിയുടെ മെയിൻ മോട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ആണ്. മനസ്സിലാക്കുക, ഷെയർ ഹോൾഡേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നുള്ളത് സെബി എടുക്കുന്നില്ല, ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാവുന്നതാണ്. ഷെയർ ഹോൾഡർ എന്തിൽ പെടുന്നതാണ്? സ്റ്റേക്ക് ഹോൾഡറിലുള്ളതാണ് അല്ലേ. അപ്പോൾ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണമെങ്കിൽ നിങ്ങൾ നിർബന്ധമായും CG ഫോളോ ചെയ്യണമെന്ന് സെബി പറഞ്ഞു എന്നാണ് പറയുന്നത്. അതനുസരിച്ച് എന്ത് ചെയ്യാം? പലതരത്തിലുള്ള കള്ളത്തരങ്ങൾ, അതായത് പ്രത്യേകിച്ച് ക്യാപിറ്റൽ മാർക്കറ്റിൽ നടക്കുന്നു. അപ്പോൾ അത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇൻസൈഡർ ട്രേഡിങ്, കോർണറിങ്, പ്രൈസ് റാങ്കിങ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഒരു ടൈപ്പ് ഓഫ് ഷെയർ. ഞാനതിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ക്യാപിറ്റൽ മാർക്കറ്റിൽ നടക്കുന്ന പലതരത്തിലുള്ള ഫ്രോഡ്ലൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസുകളാണ്. നിങ്ങൾക്ക് അത് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ഐ വിൽ എക്സ്പ്ലെയിൻ ഇൻ ഇൻട്രാക്ഷൻ സെഷനിൽ ഞാൻ പറയാം. അതൊക്കെ തടയുക എന്നുള്ള, സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ അങ്ങനെയുള്ള പല ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടായിരുന്നു. അത് തടയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സെബി എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്? to make the companies എന്താണ് കമ്പൽസറി they have to follow corporate governance എന്നുള്ള രീതിയിലേക്ക് എത്തി. ഓക്കെ,
അപ്പോൾ അതും വൺ ഓഫ് ദ റീസൺ ആയിട്ട് നമുക്ക് പറയാം. നെക്സ്റ്റ് റീസൺ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഗ്ലോബലൈസേഷൻ. അല്ലെ, ഞാൻ പറഞ്ഞതാണ് നമ്മൾ LPG എന്നുള്ളതിലെ ദാറ്റ് ഈസ് ഗ്ലോബലൈസേഷന് ശേഷമാണ് നമ്മുടെ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായതെന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലോബലൈസേഷനും എന്തിലേക്ക് നയിച്ചു എന്നാണ് പറയുന്നത്, ലെഡ് ടു ഗ്രോയിങ് ഇൻട്രസ്റ്റ് ഇൻ കോർപ്പറേറ്റ് ഗവേണൻസ്. അപ്പോൾ അതും ഒരു റീസൺ ആയിട്ട് നമുക്ക് പറയാം. കാരണം ഇന്ത്യയിലുണ്ടായിരുന്ന പല കമ്പനീസും ആഫ്റ്റർ LPG പോളിസിക്ക് ശേഷം മൾട്ടിനാഷണൽ കോർപ്പറേഷൻസുകളായി മാറി. മൾട്ടിനാഷണൽ എന്താണ്, വലിയ നമ്മൾ പറയില്ലേ പല രാജ്യങ്ങളിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ എടുത്തിരിക്കുന്ന മൾട്ടിനാഷണൽ കമ്പനീസ് എന്ന് പറയുന്ന ആ രീതിയിലേക്ക് മാറി. കാരണം ദേ ഹാവ് ടു മേക്ക് ക്യാപിറ്റൽ, ഗ്ലോബലി തന്നെ ക്യാപിറ്റൽ റേസിംഗിലേക്ക് പോയി തുടങ്ങി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ പോകുന്ന സമയത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അമേരിക്കയിലേക്ക് പോകുന്ന ഒരു കമ്പനി, ഇന്ത്യയിലെ കമ്പനി അമേരിക്കയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടുന്ന് ഇൻവെസ്റ്റേഴ്സ് പ്രൊമോട്ടേഴ്സ് അട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക്, അല്ലെങ്കിൽ അവിടെ ലീഗലി ഇതിന് എന്താണ് സംരക്ഷണം കിട്ടുന്നുണ്ടെങ്കിൽ അവിടുത്തെ റൂൾസുകൾ എന്താണ്, ലോസ് എന്താണെന്നുള്ളത് എന്ത് ചെയ്യേണ്ടി വരും, ഇന്ത്യൻ കമ്പനി എന്ന് പറഞ്ഞിട്ട് കാര്യത്തിൽ ദേ ഹാവ് ടു ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ എന്താണ് ദീസ് ലാർജ് കമ്പനീസ് മോസ്റ്റ്ലി ഡിപ്പെൻഡ് ഓൺ പബ്ലിക് ഫണ്ട്സ് ഫോർ ഫിനാൻസിങ് ദെയർ ഓപ്പറേഷൻസ്. പിന്നെ അപ്പോൾ ഫോറിൻ നിയമങ്ങൾ അനുസരിക്കേണ്ടതായിട്ട് വരും. കാരണം ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ നമ്മൾ ക്ഷണിക്കുകയാണ്, അല്ലെ, ഗ്ലോബലി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ക്ഷണിക്കുകയാണ്. അപ്പോൾ അവർക്ക് വന്നുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ആ ഇൻവെസ്റ്റേഴ്സ് എവിടെയാണോ ആ രാജ്യത്തെയുള്ള ചില റൂൾസും റെഗുലേഷൻസും ഒക്കെ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരേണ്ട ഒരവസ്ഥ വന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ രാജ്യങ്ങളിലൊക്കെ എന്താവശ്യപ്പെടാണ്, ദാറ്റ് ഈസ് ദ കമ്പനി ഹാസ് ടു ഫോളോ CG, ഫോളോ ചെയ്യണമെന്ന് പറയണം. അപ്പോൾ അതും ദാറ്റ് ഈസ് എന്താണ് ഒരു വൺ ഓഫ് ദ റീസൺ ആയിട്ട് നമുക്ക് പറയാം. കോർപ്പറേറ്റ് ഗവേണൻസ് ഈസ് നെസസറി വെൻ പബ്ലിക് ഫണ്ടിങ് ഈസ് യൂസ്ഡ് ഫോർ എക്സ്പാൻഷൻ ഓഫ് പ്രൈവറ്റ് എന്റർപ്രൈസസ്. അതായത് പ്രൈവറ്റ് ആയിട്ടുള്ള എന്റർപ്രൈസുകളൊക്കെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പബ്ലിക് ഫണ്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ, പബ്ലിക് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലുള്ള ജനങ്ങൾ, അത് ഇപ്പോൾ ഇന്ത്യയുടെ നിന്ന് മാത്രമല്ല അമേരിക്കയിൽ നിന്നായാലും ഇംഗ്ലണ്ടിൽ നിന്നായാലും ഒക്കെ അവർ എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ പബ്ലിക് ഫണ്ടിൽ നിന്ന് എന്താണ് ക്യാപിറ്റൽ റേസ് ചെയ്യുന്ന, അല്ലെങ്കിൽ പബ്ലിക്കിൽ നിന്ന് ഫണ്ട് എടുത്തുകൊണ്ട് ബിസിനസിൻ്റെ എക്സ്പാൻഷൻ നടത്തുന്ന ഏത് കമ്പനിയും എന്തിലേക്ക് പോകണം എന്നുള്ളത് വന്നു, കോർപ്പറേറ്റ് ഗവേണൻസ് എടുക്കണം എന്നുള്ള. കാരണം അവർ ഇൻസിസ്റ്റ് ചെയ്യും യു ഹാവ് ടു ഫോളോ. അങ്ങനെയാണെങ്കിൽ that we are ready to invest in this particular company എന്ന രീതിയിലേക്ക് വരും. അപ്പോൾ അതും ദാറ്റ് ഈസ് നോട്ട് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് one of the reason for Indian firms to adopt CG അഥവാ corporate governance എന്നാണ് പറയുന്നത്. ആൻഡ് ദി നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ബിക്കോസ് ഓഫ് മെർജേഴ്സ് ആൻഡ് എക്വിസിഷൻ. മെർജിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് കമ്പനികൾ, അല്ലെങ്കിൽ രണ്ട് കമ്പനികൾ കൂട്ടിച്ചേർന്നുകൊണ്ട് ഒരു കമ്പനി മെർജ് ചെയ്യും. ഒരു കമ്പനി ഒരു കമ്പനിയിലേക്ക് എന്ത് ചെയ്യാം, ലയിക്കുക എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ മെർജിങ് ആയി. എക്വയർ ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു കമ്പനി വേറൊരു കമ്പനിനെ ഏറ്റെടുക്കും. അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് മെർജിങ്ങും എക്വിസിഷനും. എനിക്ക് അറിയില്ല നിങ്ങൾ അതിൻ്റെ പ്രോബ്ലംസ് പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുണ്ടെന്നത്. നമുക്ക് മെർജർ ആൻഡ് എക്വിസിഷൻ അക്കൗണ്ട്സിലൊക്കെ ചെയ്യാൻ വരുന്ന പ്രോബ്ലംസുകളാണ്. ആ കോൺസെപ്റ്റ് മനസ്സിലാക്കി വയ്ക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള, അതായത് രണ്ട് കമ്പനികൾ കൂട്ടിച്ചേർന്നുകൊണ്ട് അവരൊരു കമ്പനിയായി മാറും. അല്ലെങ്കിൽ പുതിയൊരു പേര് കൊടുത്ത് പുതിയൊരു കമ്പനി ഉണ്ടാക്കും. അല്ലെങ്കിൽ ഒരു കമ്പനി ലാഭത്തിൽ ഓടുന്ന ഒരു കമ്പനി നഷ്ടത്തിൽ ഓടുന്ന ഒരു കമ്പനീനെ എക്വയർ ചെയ്യും. അപ്പോൾ നമുക്ക് ഏറ്റവും എക്സാമ്പിൾ പറയുന്നത് നമ്മൾ വി എന്ന് പറയില്ലേ, വോഡാഫോണും എയർടെല്ലും, അല്ലേ, ഐ തിങ്ക് എയർടെല്ലാകും, തെറ്റിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. രണ്ടുപേരും കൂടി ചേർന്നുകൊണ്ട് വി എന്നുണ്ട്, ദാറ്റ് ഈസ് VI എന്നുള്ള രീതിയിലേക്ക് അവർ നടന്നതാണ് മെർജിങ് അക്വിസിഷൻ. ആ രീതിയിലുള്ള കാര്യങ്ങളാണ് നടന്നത്. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ അത് അങ്ങനത്തെയൊക്കെ കാര്യങ്ങളിൽ അവർ ചെയ്തു തുടങ്ങുമ്പോൾ അവിടെ എന്ത് വേണമെന്നാണ് പറയുന്നത്, ഈ CG അവർക്ക് മസ്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ടി വരും. ഈ മെർജിങ്ങും എക്വിസിഷനിലേക്കും താല്പര്യരായ കമ്പനികൾ പോകുകയാണെങ്കിൽ അവർക്ക് ഏതിലേക്ക് പോകേണ്ടി വരുമെന്നാണ് പറയുന്നത്. പിന്നെ ഈ മെർജിങ്ങും എക്വിസിഷനിലേക്കും പോകാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, ഷെയർ ഹോൾഡേഴ്സിൻ്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യാം. അതാണ് മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്, ഒരുവിധം എല്ലാം, അതായത് ആ കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരുവിധം എല്ലാവരുടെയും ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യേണ്ടി വരും. എല്ലാവരെയും ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്താണ് പറയുന്നത്, ദാറ്റ് ഈസ് കോർപ്പറേറ്റ് ഗവേണൻസ് ആണ് അതിലുള്ളത്. അപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസ് എടുക്കാത്തൊരു കമ്പനികൾക്ക് ഈ പറയുന്ന മെർജിങ് അഥവാ ആക്വിസിഷനിലേക്ക് പോകാനായിട്ട് സാധിക്കും. This can also be considered as one of the reasons why the companies are going for CG അഥവാ corporate governance. ഇത്രയാണ് നമ്മുടെ ഇമ്പോർട്ടൻസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നന്നായി ശ്രദ്ധിച്ച് പക്ഷേ അറിഞ്ഞിരിക്കണം. നമുക്ക് എന്താ വെച്ചാൽ ഇതൊക്കെ പുതിയതായിട്ടുള്ള കോൺസെപ്റ്റുകളാണ്, പുതിയതായിട്ട് കമ്പനീസ് ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ. പറഞ്ഞല്ലോ, നമ്മൾ പറഞ്ഞു തുടങ്ങി തന്നെ ഇന്ത്യയിൽ അത് റീസെൻറ്റ് ഇയേഴ്സ് ആയിട്ടാണ് ഈ കോർപ്പറേറ്റ് ഗവേണൻസ് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങിയിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ്
ഡിസ്കസ് ചെയ്യേണ്ടത് what are the benefits of corporate governance. അപ്പോൾ ഈ പറയുന്ന കോർപ്പറേറ്റ് ഗവേണൻസ് എടുക്കാനുള്ള റീസൺസ് പറഞ്ഞു. ഇനി ഓക്കെ, കമ്പനി തയ്യാറായി, കമ്പനി ഈസ് റെഡി ടു ഫോളോ കോർപ്പറേറ്റ് ഗവേണൻസ്, അങ്ങനെയാണെങ്കിൽ ആ കമ്പനിക്ക് അല്ലെങ്കിൽ ആ ഓർഗനൈസേഷന് കിട്ടുന്ന ബെനിഫിറ്റ്സുകൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ്. അപ്പോൾ പറയുന്നത് എപ്പോഴും അത് ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് ആണെങ്കിൽ ഈസ് ഓൾവേസ് ഗുഡ് ഫോർ ദ ബിസിനസ് എന്നാണ്. അത് എപ്പോഴും ഒരു ബിസിനസ് സംബന്ധിച്ച് നല്ലത് തന്നെയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ദാറ്റ് ഈസ് സം ഓഫ് ദി അഡ്വാൻറ്റേജ് വെൻ കോർപ്പറേറ്റ് ഗവേണൻസ് ഈസ് ഫോളോഡ് ക്യാൻ ബി സമ്മറൈസ്ഡ് ആസ് ഫോളോസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ബെനിഫിറ്റ്സ് എന്ന് ചോദിക്കാം, അഡ്വാൻറ്റേജസ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, യൂസസ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ക്യാൻ റൈറ്റ് ദ സെയിം ആൻസർ. അതിൽ ഫസ്റ്റ് പറയുന്നത് ദാറ്റ് ഈസ് കോർപ്പറേറ്റ് ഗവേണൻസ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളൊരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ബിൽഡ്സ് ഇൻവെസ്റ്റർ കോൺഫിഡൻസ് ആൻഡ് കോർപ്പറേറ്റ് ഇമേജ് ഓഫ് ദ കമ്പനി. അതായത് കോർപ്പറേറ്റ് ഗവേണൻസ് ഫോളോ ചെയ്യുന്ന ഒരു കമ്പനിയുടെ ഇമേജ് കൂട്ടാൻ സാധിക്കും. അതായത് പബ്ലിക് ഫണ്ട് കളക്ട് ചെയ്യുന്നവരെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണ മുമ്പ് പറയും ഓക്കെ ആ കമ്പനി കുഴപ്പമില്ല, കാരണം അത് നല്ല കോർപ്പറേറ്റ് ഗവേണൻസ്, നല്ല രീതിയിൽ ഗവേണൻസ് നടക്കുന്ന ഒരു കമ്പനിയാണ്. ദെൻ ആ ഇമേജ് കമ്പനിയുടെ അവിടെ നിലനിൽക്കും. അതുകൊണ്ട് തന്നെ അത് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നവർക്ക് ഒരു കോൺഫിഡൻ്റ് ആണ്, ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു വർത്തായിട്ടുള്ള കമ്പനിയിൽ തന്നെയാണ്, കാരണം ദ കമ്പനി ഈസ് ഫോളോയിങ് ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്നുള്ള ഫീലിംഗ് വരും. അതാണ് ഫസ്റ്റ് അഡ്വാൻറ്റേജ് പറയുന്നത്. സെക്കൻഡ് എന്താണ്, ഇറ്റ് ബ്രിങ്സ് ദ BOD. ഇപ്പോൾ BOD എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം ആരാണ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അക്കൗണ്ടബിൾ ഫോർ ദെയർ കണ്ടക്ട്സ് ആൻഡ് ഡിസിഷൻസ് ടു ദ ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ ഈ കോർപ്പറേറ്റ് ഗവേണൻസ് വരുന്നതിന് മുൻപ് ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടായിരുന്നില്ല. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, അതാരും ചോദിക്കാനും പറയാനും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിച്ച് പോകുന്നത്. ഇത് എടുക്കുന്ന ഒരു കമ്പനി ആണെങ്കിൽ എൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്തായിരിക്കും പറയുന്നത്, അവരെങ്ങനെ അവരുടെ കണ്ടക്ട്, അതായത് ചെയ്യുന്ന കാര്യങ്ങൾ, അവർ എടുക്കുന്ന തീരുമാനങ്ങൾ, ഇതിനൊക്കെ അവരെന്തായിരിക്കും എന്നാണ് പറയുന്നത്, ഒന്നും കൂടി അവർ അക്കൗണ്ടബിൾ ആവും, അല്ലെങ്കിൽ ഒന്നുകൂടി അവർ അതിനോട് റെസ്പോൺസിബിൾ ആവും എന്നാണ് പറയുന്നത്. അപ്പോൾ അതും ദാറ്റ് ഈസ് ക്യാൻ കൺസിഡർഡ് ആസ് വൺ ഓഫ് ദി ബെനിഫിറ്റ്സ് ഓഫ് ഫോളോയിങ് കോർപ്പറേറ്റ് ഗവേണൻസ്. നെക്സ്റ്റ് പറയുന്നതാണ് ദാറ്റ് ഈസ് ഇറ്റ് പ്രിവെൻറ്റ്സ് കോർപ്പറേറ്റ് ഫ്രോഡ്സ്. കണ്ടോ, കോർപ്പറേറ്റ് ഫ്രോഡ്സുകൾ ഇല്ലാതാക്കാനായിട്ട്, ഫ്രോഡ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, ചതികൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അത് ഇല്ലാതാക്കാനായിട്ട്, അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇൻസൈഡർ ട്രേഡിംഗ് നേരത്തെ പറഞ്ഞു തന്നല്ലോ. ആൻഡ് അതേപോലെ തന്നെ മറ്റുള്ള മാൽ പ്രാക്ടീസസ് എന്നൊക്കെ പറഞ്ഞാൽ തെറ്റായിട്ട് ചെയ്ത പല കാര്യങ്ങൾ, കള്ളത്തരങ്ങൾ, അത് തന്നെയാണ് മാൽ പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ എക്സാമിലൊക്കെ കോപ്പി അടിക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്നത് മാൽ പ്രാക്ടീസ് എന്നാണ് കൊടുക്കുക. അപ്പോൾ അങ്ങനെയായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഒരു പരിധി വരെ പ്രിവെൻറ്റ് ചെയ്യാം. അത് പ്രത്യേകിച്ച് ആര് നടത്തുന്നത്, ഡയറക്ടേഴ്സ് ആയാലും മാനേജേഴ്സ് ആയാലും എംപ്ലോയീസ് ആയാലും അവരൊക്കെ നടത്തുന്ന കള്ളത്തരങ്ങൾ എന്ത് ചെയ്യാം, നന്നായി ഗവേൺ ചെയ്ത് പോവാണ്, നന്നായി അതിനെ മാനേജ് ചെയ്ത് പോവാണ്, അത് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടും കോർപ്പറേറ്റ് ഗവേണൻസ് കൊണ്ട് സാധിക്കും. അതിൻ്റെ നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് എന്താണെന്ന് പറയുന്നത്, കോർപ്പറേറ്റ് ഗവേണൻസ് ഹെൽപ്സ് ടു അച്ചീവ് ദ ഒബ്ജക്ട്സ് ഓഫ് ദ കമ്പനി. അല്ലേ, ഏതൊരു കമ്പനിക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും. ആ ഒബ്ജക്റ്റീവ് നേടിയെടുക്കാനായിട്ട് സാധിക്കും ബൈ ഡൂയിങ് ദ ബിസിനസ് ഇൻ എൻ എത്തിക്കലി ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിൾ വേ. അതായത് കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാം. എങ്ങനെ നേടിയെടുക്കാം, അതായത് നല്ല ഒരു സോഷ്യൽ റെസ്പോൺസിബിളോട് കൂടിയും വളരെ എത്തിക്കലായിട്ടും, അല്ലെ, എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് അറിഞ്ഞുകൊണ്ട് സൊസൈറ്റിക്ക് എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്തുകൊണ്ട് കമ്പനിയുടെ എന്ത് നേടിയെടുക്കാനായിട്ട് കോർപ്പറേറ്റ് ഗവേണൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ഗുഡ് ഗവേണൻസ് ഓഫ് കമ്പനീസ് ക്യാൻ ലീഡ് ടു എ സിസ്റ്റമാറ്റിക് ആൻഡ് സസ്റ്റെയിൻഡ് ഗ്രോത്ത് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. അതായത് നല്ലൊരു കോർപ്പറേറ്റ് ഗവേണൻസ് ഫോളോ ചെയ്യുന്ന കമ്പനിയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള കമ്പനികളാണ് ഒരു രാജ്യത്തുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ മാർക്കറ്റ് വളരെ ഒരു സിസ്റ്റമാറ്റിക്കലി വളരെ ഓർഡർലി, അധികം ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസുകളും ആക്ട് പ്രാക്ടീസുകളൊന്നും ഇല്ലാതെ വളരെ സിസ്റ്റമാറ്റിക്കലി, അതുപോലെ തന്നെ വളരെ സസ്റ്റെയിൻഡ് ആയിട്ട്, ഒരു സസ്റ്റെയിൻ എന്ന് പറയുന്നതാണ് ആ ഗ്രോത്ത് നിലനിർത്തി കൊണ്ടുപോകാം, വളർച്ച നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഷെയർസ് വിൽക്കുകയും വാങ്ങുകയും ചെയ്യണം, അത്രയും നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റ് പറഞ്ഞു വെച്ചാൽ മതി. അപ്പോൾ അത് കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക്കലി ആൻഡ് അതിൻ്റെ ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും കോർപ്പറേറ്റ് ഗവേണൻസ് ഫോളോ ചെയ്താൽ സാധിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, the next objective is it helps to discharge the CSR of business in a meaningful manner. CSR നിങ്ങൾ ഫിൽ ചെയ്യണം കേട്ടോ. ഇനി അപ്പോൾ എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ്സിന് അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് അതിൻ്റെ എന്ത് ചെയ്യാം, CSR ഭംഗിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അത് നടപ്പിലാക്കാനായിട്ട് സാധിക്കും. ആൻഡ് നമ്മൾ എന്താണ് CSR എന്നുള്ളത് പഠിച്ചു കഴിഞ്ഞതാണ്.
The next objective is good corporate governance can attract. ആരെ അട്രാക്ട് ചെയ്യാം? അതായത് നമ്മൾ പറഞ്ഞു കോർപ്പറേറ്റ് ഗവേണൻസ് ഉള്ള നല്ലൊരു കമ്പനിയിലാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അവരെല്ലാവരെയും സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് അതിനകത്ത് നമ്മൾ പറഞ്ഞു സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ നമ്മൾ പറഞ്ഞിട്ടാണ് കൺസ്യൂമേഴ്സ് ഉണ്ടാവും, ക്രെഡിറ്റേഴ്സ് ഉണ്ടായിരിക്കും, ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും, ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടായിരിക്കും അല്ലേ, അവരൊക്കെ സ്റ്റേക്ക് ഹോൾഡേഴ്സുകളാണ്. അപ്പോൾ അത് തന്നെ പറയുന്നത് നല്ല CG ഫോളോ ചെയ്യുന്ന കമ്പനീസിനാണെങ്കിൽ എന്ത് ചെയ്യാം, കൂടുതൽ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടണമെങ്കിൽ നല്ല കോർപ്പറേറ്റ് ഗവേണൻസ് ഉള്ള ഒരു കമ്പനിയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ല. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് വഴി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് FII എന്ന് നമ്മൾ പറയും. അപ്പോൾ അതൊക്കെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് ഫോറിനുള്ള ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് വന്ന് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെയുള്ളതൊക്കെ എന്ത് ചെയ്യാം, ദാറ്റ് ഈസ് ഭംഗിയായിട്ട് നടപ്പിലാക്കാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടില്ല, ഫണ്ട് കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതാണ് അതിൽ ചുരുക്കിയ ഏറ്റവും ഷോർട്ടിൽ നമുക്ക് പറയാവുന്ന കാര്യം. ആൻഡ് നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് അല്ല, നെക്സ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഓൾ ദി സ്റ്റേക്ക് ഹോൾഡേഴ്സ്. കോമൺ ആയിട്ട് നിങ്ങൾക്ക് എഴുതാവുന്ന ഒരു പോയിന്റാണ്. അതിൻ്റെ ഒപ്പം തന്നെ ആരാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് നമ്മൾ എഴുതാൻ ഒരു പോയിന്റ് നിങ്ങൾക്ക് കിട്ടും ബെനിഫിറ്റ്. അപ്പം തന്നെ വൺ ഓഫ് ദ ബെനിഫിറ്റ് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നു. And the next benefit പറയുന്നത് companies with good corporate governance can attract better talent and retain efficient human resources. അതായത് നല്ല കോർപ്പറേറ്റ് ഗവേണൻസ് ഫോളോ ചെയ്യുന്ന കമ്പനിയാണെങ്കിൽ ബെറ്റർ ടാലൻസുകളെ അട്രാക്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. ഇവിടെ ടാലൻസ് എന്താണ്, നല്ല ജോലിക്കാരെ കിട്ടും. അതായത് നമുക്ക് കൂടുതൽ ആളുകൾക്ക് അങ്ങനത്തെ കമ്പനിയിൽ എന്തുണ്ടാവും, ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടായിരിക്കും. കാരണം അവിടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി മാനേജ് ചെയ്ത് പോകുന്ന കമ്പനികളാണ്. കൃത്യമായിട്ട് നമുക്ക് അവിടെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും സിസ്റ്റമാറ്റിക് മാനറിൽ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് അറിയുമ്പോൾ കൂടുതൽ ഏറ്റവും ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഹൈ സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ അവിടേക്ക് എന്ത് ചെയ്യും, ജോലി ചെയ്യാൻ താല്പര്യമായിട്ട് മുന്നോട്ട് വരും എന്നാണ് പറയുന്നത്. അട്രാക്ട് ബെറ്റർ ടാലൻസ് എന്നാണ് പറയുന്നത്. മാത്രമല്ല ഉള്ളവരെ തന്നെ അവർ എന്ത് ചെയ്യാം, റിട്ടേൺ ചെയ്യാൻ. കാരണം എത്തിക്കലി ചെയ്യുന്നുണ്ട്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്യുന്നുണ്ട്, കോർപ്പറേറ്റ് ഗവേണൻസ് ഉണ്ട്. ഇത് മൂന്നും ശരിക്കും പറയുകയാണെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ള ഹ്യൂമൻ റിസോഴ്സസിനെ അവിടെ എന്ത് ചെയ്യാൻ പറ്റും, നിലനിർത്തി കൊണ്ടുപോകാനായിട്ടും സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്താ അറിയേണ്ടത്, ദാറ്റ് ഈസ് റിഗാർഡിങ് കോർപ്പറേറ്റ് ഗവേണൻസ്. അപ്പോൾ അത് പഠിച്ചു വെക്കേണ്ടതാണ്. വാട്ട് ഈസ് കോർപ്പറേറ്റ് ഗവേണൻസ്, അതായത് ഡെഫിനേഷനായിട്ട് പഠിച്ചു വയ്ക്കാം. ഒപ്പം അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് പഠിക്കാം. ഇമ്പോർട്ടൻസ് മിസ് ചെയ്ത് കളയേണ്ടതല്ല. essay പോലും ചോദിക്കാം കേട്ടോ CG, കാരണം അത് പുതിയൊരു കോൺസെപ്റ്റാണ്. അതായത് അത്രമാത്രം ഇതായിട്ട് വന്നിട്ടില്ല. റീസെൻ്റ്ലി ഇപ്പോൾ വന്നു തുടങ്ങിയെങ്കിലും റീസെൻ്റ്ലി ഡെവലപ്പ് ചെയ്തതാണ്. അതിനൊപ്പം തന്നെ അത് വന്നാലുള്ള ബെനിഫിറ്റ്സുകൾ എന്താണ്. ഇത്രയാണ് നമ്മൾ ദാറ്റ് ഈസ് ഒരു ഹാഫ് ആൻ അവർ ക്ലാസ് കൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളത്. ഇനി നമുക്ക് എൻറ്റയർലി, അതായത് ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്, പക്ഷെ നമ്മൾ ഒന്നുകൂടി ഇന്ത്യയെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ ഒരു കൾച്ചറുമായി ബേസ് ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ, അതായത് ബിസിനസ്സിൽ അത് എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ഇന്ത്യയുടെ ചില വാല്യൂസ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ചില, നമുക്കൊരു പ്രത്യേക കൾച്ചറുണ്ടല്ലോ, ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ള ചില കൾച്ചറുണ്ട്, അത് എത്രമാത്രം നമ്മുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ മാനേജ്മെൻറ്റ് ഓഫ് ദ ബിസിനസ്സിൽ അത് എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു സംഭവമാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ക്ലാസ്സുകളിലേക്ക് പഠിക്കേണ്ടത്. ഓഫ് കോഴ്സ് ഞാൻ പറയുന്ന ടെക്സ്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഓക്കെ ഇത് എന്തോരാണ്, എന്തിനാണ് ഞാൻ പഠിക്കണതെന്നൊക്കെ തോന്നും. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് നമ്മുടെ ഹിസ്റ്ററി അറിഞ്ഞിരിക്കണം അല്ലേ. കാരണം നമുക്ക് നമ്മുടേതായിട്ടുള്ള ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ളൊരു ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ വളരെ നല്ലൊരു കൾച്ചറൽ ട്രഡീഷൻ ഇന്ത്യക്കുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ആ കാര്യങ്ങളെ നോക്കി വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന നെക്സ്റ്റ് ഹെഡിങ് എന്ന് പറഞ്ഞെങ്കിൽ ഇന്ത്യൻ എത്തോസ് ആൻഡ് വാല്യൂ സിസ്റ്റം എന്നാണ് പറയുന്നത്. എന്താണ് ഇന്ത്യൻ എത്തോസ് ആൻഡ് വാല്യൂ സിസ്റ്റം? അപ്പോൾ നമ്മളറിയാം നമ്മുടെ കൾച്ചർ, ഓരോ രാജ്യത്തിനും ഓരോ കൾച്ചർ ഉണ്ടായിരിക്കും അല്ലേ. അതിന് കൃത്യമായിട്ടൊരു വാല്യൂ, ഒരു മൂല്യം ഉണ്ടായിരിക്കും. എന്താണ് ഈ ഇന്ത്യൻ എത്തോസ് എന്ന് പറഞ്ഞെങ്കിൽ, എത്തോസ് നമുക്ക് എത്തിക്സ് എന്ന് അവിടെ പറഞ്ഞാലും കുഴപ്പമില്ല. ഇന്ത്യയുടെ എത്തിക്സ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു എന്താണ് പറയുന്നത്, ഇന്ത്യയുടെ ഒരു സ്വഭാവം, ഇന്ത്യയുടെ ഒരു മൊറേലെന്നോ സ്പിരിറ്റ് എന്നോ ഒക്കെ നമുക്ക് അതിനെക്കുറിച്ച് പറയാം. ഇന്ത്യയുടെ ഒരു ആറ്റിറ്റ്യൂഡ്, ഓരോ കൾച്ചറും ഓരോ ആറ്റിറ്റ്യൂഡ് ആയിരിക്കില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, നമ്മൾ ചില ഫോളോ ചെയ്യുന്ന ചില കൾച്ചറൽ ബിലീവ്സ്, വാല്യൂസ്, മൊറേൽസ് ഒക്കെ ഉണ്ട് അല്ലേ. അപ്പം അത് എങ്ങനെയാണെന്നുള്ളതും അത് നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ എങ്ങനെ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്, ആ കാര്യങ്ങളാണ് നമ്മൾ ഇനി ഞാൻ പറഞ്ഞ പോലെ വി ഹാവ് ടു ഡിസ്കസ് ചെയ്ത് ബാക്കിയുള്ള ക്ലാസ്സുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. ഫസ്റ്റ് അപ്പോൾ നമുക്കിവിടെ അറിഞ്ഞു വെക്കേണ്ടത്, അപ്പോൾ ഞാൻ ഇതിൻ്റെ കൃത്യമായിട്ട് സ്ലൈഡ് കാണിക്കാം. ആ സ്ലൈഡ് പറ്റുമെങ്കിൽ ടെക്സ്റ്റ് എന്ന് എടുത്തുള്ളത് തന്നെയാണ്, പക്ഷെ ഞാൻ സ്ലൈഡ് ആക്കിയിട്ട് നിങ്ങൾ അത് മാത്രം എന്ത് ചെയ്ത് വയ്ക്കാം, നോട്ടാക്കി വെച്ചാൽ അത് അങ്ങോട്ട് വായിച്ച് പഠിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ഫുൾ വായിച്ചോളൂ, ഒരു പ്രശ്നവുമില്ല. പക്ഷെ അതിൽ നിന്ന് ഇത്രയും എടുത്ത് പഠിക്കാനുള്ളതാണ്.
നമ്മുടെ ഹെഡിങ് ആണ് ഇന്ത്യൻ എത്തോസ് ആൻഡ് വാല്യൂ സിസ്റ്റം എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ കൃത്യമായിട്ട് എത്തോസിൻ്റെ മീനിങ്ങോട് അറിഞ്ഞു വയ്ക്കുക എന്നുള്ളതാണ്. നമുക്കതിലൊരു ഇന്ത്യൻ പ്രിൻസിപ്പിൾസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇന്ത്യൻ ബിലീവ്സ് എന്ന് പറയാം, ഇന്ത്യൻ മൊറേൽ എന്നോ ഇന്ത്യയുടെ ആറ്റിറ്റ്യൂഡ് എന്നോ ഒക്കെ നമുക്ക് അതിനോട് പകരം വെച്ചൊന്ന് വായിക്കാം, അപ്പോൾ കോൺസെപ്റ്റ് കിട്ടാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം നമ്മളതിൽ പറഞ്ഞു വരുന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഇന്ത്യയുടെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഒരുവിധം ഇന്ത്യൻ എത്തിക്സ് അല്ലെങ്കിൽ ഇന്ത്യൻ വാല്യൂ സിസ്റ്റം എന്ന് പറയുന്നത് ശരിക്കും വന്നിട്ടുള്ള നമ്മുടെ വേദാസ്, പുരാണാസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഉപനിഷത്ത് എന്നൊക്കെ നമ്മൾ പറയേണ്ട അങ്ങനെയുള്ള ചില ക്ലാസിക്കൽ ചില വർക്കുകളുണ്ട്. അതിൽ നിന്നാണ് ഇന്ത്യയുടെ ചില മൂല്യങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ ചില എത്തിക്സ്, അതായത് ശരികൾ ഏത് തെറ്റുകൾ ഏത്, അതാണ് നമ്മൾ എത്തിക്സ് പഠിച്ചു വെച്ചാൽ അത് ശരിക്കും ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളതെന്നാണ്. എന്താണ് ദ വേദാസ്, പുരാണാസ് ആൻഡ് ഉപനിഷത്താസ് ആൻഡ് അതർ ക്ലാസിക്കൽ കണ്ടെയ്ൻസ് ഓഫ് എന്താണ് ഇന്ത്യൻ എത്തിക്സ് ആൻഡ് വാല്യൂ സിസ്റ്റം. അതായത് നമ്മൾ ഇപ്പോഴല്ല എത്തിക്സിനെ മുൻപേ കാലങ്ങളിൽ തൊട്ട് തന്നെ ഇന്ത്യ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു എന്നുള്ളതിന് തെളിവായിട്ട് നമുക്ക് നമ്മുടെ ഇന്ത്യയിലെ ചില ഇങ്ങനത്തെ ചില ഗ്രന്ഥങ്ങൾ നമുക്ക് പറയാം. നമ്മുടെ വേദങ്ങൾ അല്ലേ, പുരാണാസ്, അങ്ങനെയുള്ള ഉപനിഷത്തുകൾ എന്നൊക്കെ നമ്മൾ പഠിക്കാറുണ്ട് മലയാളത്തിലൊക്കെ അല്ലേ. അതിൽ നോക്കിയാൽ കൃത്യമായിട്ട് അറിയാം ഇന്ത്യ ഹാസ് ഇറ്റ്സ് ഓൺ സം എത്തിക്സ് ആൻഡ് വാല്യൂ സിസ്റ്റം ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ നമുക്കതിനെ 4ആക്കി ക്ലാസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യൻ എത്തിക്സ് അഥവാ ഇന്ത്യൻ എത്തോസ് അല്ലെങ്കിൽ വാല്യൂ സിസ്റ്റത്തെ 4 ഉള്ളത്. ഫസ്റ്റ് ഈസ് ധർമ്മ എന്നാണ് പറയുന്നത്. ഓക്കെ, ധർമ്മയുടെ അത് സംസ്കൃതത്തിൽ നിന്നാണ് ധർമ്മ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഇംഗ്ലീഷിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് കോഡ് ഓഫ് എത്തിക്സ്. ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടൊരു കോഡ് ഓഫ് എത്തിക്സുകളുണ്ട്. പിന്നെ എന്താണ് അർത്ഥം എന്ന് പറഞ്ഞാൽ മണി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഈസ് നമുക്ക് അതിനെക്കുറിച്ചും അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, എങ്ങനെ അതിനെക്കുറിച്ചും ഇന്ത്യൻ കൾച്ചറിൽ കൃത്യമായി പ്രതിപാദിച്ചു പോയിട്ടുണ്ട്. നെക്സ്റ്റ് ഈസ് കാമ എന്നാണ് പറയുന്നത്. ദാറ്റ് ഇസ് പ്ലഷർ, ദാറ്റ് ഈസ് ഹൗ ടു മേക്ക് അവർ ലൈഫ് ജോയ്ഫുൾ എന്ന രീതിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഈസ് മോക്ഷ ഓർ സാൽവേഷൻ, അതായത് എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്തൊരു സ്റ്റേജാണ് മോക്ഷം പ്രാപിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഇതൊക്കെ നമ്മുടെ ഒരു എന്താ പറയുക ഇന്ത്യൻ എത്തിക്സുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ 4 കാര്യങ്ങൾ പഠിച്ചു വയ്ക്കാം: ധർമ്മ, അർത്ഥ, കാമ ആൻഡ് മോക്ഷം. ഓക്കെ, ഇതിൽ എന്താണ് ധർമ്മം? ഞാൻ പറയാം. നെക്സ്റ്റ് നമുക്ക് ആവശ്യമുള്ളത് മാത്രമാണ് ഞാൻ സ്ലൈഡുകളായിട്ട് കാണിച്ചു തരുന്നത്. നെക്സ്റ്റ് ആയിട്ട് പറയുന്നത് എന്താണ് ധർമ്മം, അല്ലെങ്കിൽ ധർമ്മം എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന ധർമ്മം എന്ന് പറയും അല്ലേ. ധർമ്മ ഓർ കോഡ് ഓഫ് എത്തിക്സ് എന്താണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ധർമ്മ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ പ്രിൻസിപ്പിൾ ഓഫ് ഇൻറ്റഗ്രേറ്റിംഗ് ദി എൻറ്റയർ ലൈഫ് ഓഫ് എ ഇൻഡിവിജ്വൽ, എ കമ്മ്യൂണിറ്റി ആൻഡ് ദി ഹോൾ വേൾഡ്. എന്താണ്? അതായത് ഒരു ഇൻഡിവിജ്വൽ, അത് ഒരു ഇൻഡിവിജ്വൽ നമ്മൾ ഓരോരുത്തരും നമ്മളൊക്കെ എന്താണ് ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ്, ഒരു സോഷ്യൽ സൊസൈറ്റിയുടെ ഭാഗമാണ്. നമ്മളെല്ലാവരും ഒരു മൊത്തം ലോകത്തിൻ്റെ ഭാഗമാണ്. ഇവരെ എല്ലാവരെയും കൂട്ടിയിണക്കുന്ന ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന പ്രിൻസിപ്പിളാണ് എന്ന് പറയുന്നത് ധർമ്മം. നമ്മൾ പറയാം നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില ധർമ്മങ്ങളുണ്ട്, നമ്മൾ ചെയ്യണമെന്നാണ് പറയുക അല്ലേ. അപ്പോൾ തന്നെയാണ് പറയുന്നത് ധർമ്മ ഈസ് എ പ്രിൻസിപ്പിൾ ഓഫ് ഇൻറ്റഗ്രേറ്റിംഗ് the entire life of an individual, a community and the whole world. അവയൊക്കെ കൂട്ടിയിണക്കുന്ന ഒരു പ്രിൻസിപ്പിളാണ് ധർമ്മ എന്ന് പറയുന്നത്. whatever contributes to this integration, ഇങ്ങനെയുള്ള ഈ ഒരു ഒത്തുചേരലിൽ അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഇങ്ങനെ കൂട്ടിയിണക്കുന്ന ആ കൂട്ടിയിണക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യും, അതായത് ഭിന്നിച്ചല്ല ഒന്നിപ്പിച്ച് നിർത്താനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു അതിന് നമുക്ക് എന്ത് വിളിക്കാം? ധർമ്മ എന്നും. ആൻഡ് എനിത്തിങ് ദാറ്റ് ഡിസ്ട്രോയ്സ് ദിസ് ഇൻറ്റഗ്രേഷൻ ഈസ് അധർമ്മ. നമ്മൾ മലയാളത്തിൽ നമ്മൾ പറയും അധർമ്മം എന്ന് നമ്മൾ പറയില്ല, അതാണ്. അപ്പോൾ ഇതിന് എല്ലാവരെയും കൂട്ടി കോർത്തിണക്കി ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അല്ലെങ്കിൽ ചെയ്യുന്ന എല്ലാ ആക്ഷൻസിനെയും നമുക്ക് അധർമ്മ എന്നും, അതിനെ വേർതിരിപ്പിക്കുന്ന അതിനെ നശിപ്പിക്കുന്നതിനെ നമുക്ക് എന്ത് പറയാം? അധർമ്മ എന്നും പറയാമെന്നാണ് പറയുന്നത്. ആൻഡ് ധർമ്മ സ്റ്റാൻഡ്സ് ഫോർ ദി വെൽ ബീയിങ് ഓഫ് ഓൾ. എല്ലാവരും നല്ല വെൽ ബീയിങ് എന്ന് പറഞ്ഞതാണ് നല്ല രീതിയിൽ എല്ലാവരും ചെയ്യുക, അതായത് വളരെ അവനവൻ്റെ പണികളൊക്കെ ചെയ്ത് സന്തോഷപരമായിട്ട് എല്ലാവരുടെയും നന്മ, വെൽബീയിങ് എന്ന് പറഞ്ഞാൽ നന്മ, അതാണ് ഇത് ഉദ്ദേശിക്കുന്നത് ധർമ്മയിൽ പറയുന്നത്. അപ്പം അത്രയും കാര്യങ്ങളാണ് ഞാൻ ധർമ്മ. അപ്പം സ്പെസിഫിക് ആയിട്ടാണ് എടുത്ത് കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ് ധർമ്മ ഓർ കോഡ് ഓഫ് എത്തിക്സ് ആസ് പെർ ഇന്ത്യൻ വാല്യൂസ് സിസ്റ്റം. ഇനി അടുത്ത് നമ്മൾ എന്താണെന്നാണ് പറഞ്ഞത്? അർത്ഥം അല്ലേ. അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ സംസ്കൃതം അതാണ്, അതിൻ്റെ ഇംഗ്ലീഷ് അതാണ് മണി എന്നാണ് പറയുന്നത്. ഇവിടെ എന്താണ്? എക്വയറിംഗ് വെൽത്ത്. അപ്പോൾ വെൽത്ത് എക്വയർ എല്ലാവർക്കും ആഗ്രഹമുള്ളതാണ്. പക്ഷേ ഇന്ത്യൻ വാല്യൂ സിസ്റ്റം എങ്ങനെയാണെന്നാണ് പറയുന്നത്? വെൽത്ത് ത്രൂ ഹോണസ്റ്റ് മീൻസ്, സത്യസന്ധമായിട്ട് പണം സമ്പാദിക്കുക എന്നുള്ളതാണ് അർത്ഥം. നമുക്ക് പണം പല രീതിയിൽ സമ്പാദിക്കാം അല്ലേ, കള്ളത്തരത്തിലോ ഇങ്ങനെ തട്ടിപ്പറിച്ച് ചെയ്യാം, കട്ടെടുക്കാം. പക്ഷെ അതല്ല നമ്മുടെ കൾച്ചർ അനുസരിച്ച് പറയുന്നത്. എന്തും നമ്മൾ വളരെ സത്യസന്ധമായിട്ട് എക്വയർ ചെയ്യുന്ന വെൽത്തൊക്കെ നമ്മുടെ എന്താണെന്നാണ് പറയുന്നത്? അത് നമ്മുടെ അർത്ഥയാണ്. നമുക്ക് നമുക്ക് ഏറ്റവും മൂല്യമുള്ളതാണെന്നാണ് പറയുന്നത് അർത്ഥ. ഇനി അവിടെ മണി വെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും
നമ്മുടെ പൈസ എന്ന് മാത്രമല്ല നമ്മളോട് എടുക്കേണ്ടത്. ഞാൻ കട്ടെടുക്കുന്ന പറയുമ്പോഴും അത് മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്. അർത്ഥ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുണ്ടെന്നാണ് പറയുന്നത്. അർത്ഥ ഇസ് നത്തിങ് ബട്ട് ഗെയിനിങ് നോളേജ്, മെറ്റീരിയൽ ഗുഡ്സ് എക്സെട്ര. അത് ചിലപ്പോൾ മണിയാവാം, അല്ലെങ്കിൽ വിലപിടിപ്പ് വസ്തുക്കളാവാം, എന്താണ് അത് അറിവാകും, ഒരാളുടെ അറിവ്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഹോണസ്റ്റ് മീൻസിൽ നമുക്കത് എക്വയർ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും. അപ്പോൾ നമ്മൾ കോപ്പി അടിച്ച് പരീക്ഷ എഴുതി വയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നല്ല രീതിയിൽ നേരിട്ട് വിജയം എന്ന് പറയാൻ പറ്റില്ല. അതേസമയം നമ്മൾ പഠിച്ച് നല്ല മാർക്കാണെങ്കിൽ ദാറ്റ് ഇസ് എൻ അർത്ഥ ഫോർ അസ്. നമ്മളത് കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണ് എന്താണ് അർത്ഥം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഗെയിനിങ് നോളേജ് അല്ലെങ്കിൽ മെറ്റീരിയൽ ഗുഡ്സുകൾ എന്തെങ്കിലും ആകും. അപ്പോൾ നമ്മൾ സ്വർണ്ണോ, നമ്മുടെ വീട്ടിലെ കാറോ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ വേറെ എന്തെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ വീടോ എന്തോ, അതൊക്കെ മെറ്റീരിയൽ ഗുഡ്സ് ആണ്. അതൊക്കെയാണ് അർത്ഥ എന്ന് പറയുന്നത്. ആൻഡ് അർത്ഥ ഈസ് എ മീൻസ് ടു അച്ചീവ് നോബിൾ എൻഡ്സ്. അതായത് നല്ല രീതിയിലുള്ളൊരു എൻഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിച്ച് തീർക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല രീതിയിൽ എന്ത് സമ്പാദിക്കുകയാണെങ്കിലും നമുക്കതിന് എന്ത് പറയാം, അർത്ഥ എന്ന് പറയും. ഇവൺ നോളേജ് എന്നാണ്, ജ്ഞാനം പോലും അങ്ങനെ സമ്പാദിക്കേണ്ടതാണെന്നാണ് നമ്മുടെ ഇന്ത്യൻ വാല്യൂസ് അല്ലെങ്കിൽ എത്തോ സിസ്റ്റം അനുസരിച്ചിട്ട് അർത്ഥത്തെക്കുറിച്ച് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് നമ്മൾ പറഞ്ഞത്, ദാറ്റ് ഈസ് കാമ ഓർ പ്ലഷർ. അപ്പോൾ ഞാൻ പറഞ്ഞു ജോയ്ഫുൾ ലൈഫ് എന്നുള്ളതാണ്. കാമ ഓഫൺ റെഫർ ടു സെക്സ് ഡ്രൈവ് ഇൻ മാൻ, അല്ലേ, എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് അവരവരുടേതായിട്ടുള്ള സെക്സ് ഡ്രൈവ് എന്ന് പറയുന്നത്. അത് ശരിക്കും പറയുന്നത് ഇറ്റ്സ് എ ബയോളജിക്കൽ നീഡ് എന്നാണ് ദാറ്റ് ഈസ് കാമയിൽ പറയുന്നത്. ദാറ്റ് ഹാസ് ടു ബി സാറ്റിസ്ഫൈഡ് അറ്റ് ദി റൈറ്റ് ടൈം ആൻഡ് റൈറ്റ് പ്ലേസ്. അല്ല, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒരു പ്രായം വരെ നമുക്ക് ഓരോ നിയമങ്ങൾ ഇന്ത്യയിലുണ്ട്. ഇന്ത്യൻ കൾച്ചറിൽ ചില റെസ്ട്രിക്ഷൻസ് നമുക്ക് തരുന്നുണ്ട്. അത് ശരിയായ രീതിയിൽ ശരിയായ ടൈമിൽ എടുക്കേണ്ട ഒരു ബയോളജിക്കൽ നീഡാണെന്നാണ്. And it is also connected to love and affection towards people. നമുക്ക് മനുഷ്യരോട് തന്നെ സ്നേഹം തോന്നാം, അല്ലെ, ലവ് ആൻഡ് അഫെക്ഷൻ. മെറ്റീരിയൽ തിങ്സ്, അല്ലെ, നമുക്ക് ഒരാളുടെ വീട് കാണുമ്പോൾ അതേപോലത്തെ വീട് വേണമെന്ന് തോന്നാം, ഒരു കാർ കാണുമ്പോൾ നമുക്ക് അതുപോലത്തെ കാർ. അപ്പോൾ അങ്ങനെ മെറ്റീരിയൽ തിങ്സ് ആൻഡ് ഓൾ ലിവിങ് തിങ്സ്. ജീവനുള്ള ഏത് വസ്തു, ലിവിങ് തിങ്സ് എന്ന് പറഞ്ഞല്ലേ, അത് അവരോട് ചില ആൾക്ക് മൃഗങ്ങളോട് വളരെ സ്നേഹമാണ്. അപ്പോൾ അങ്ങനെയുള്ള അതായത് നമ്മുടെ ജീവൻ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പം അതുമായി ബന്ധപ്പെട്ടതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് കാമ ഓർ പ്ലഷർ. അതായത് ജോയ്ഫുൾ ലിവിങ് എന്നുള്ള മീനിങ് ആണ് അതിൽ വരുന്നത്. ആൻഡ് നെക്സ്റ്റ് പറയുന്നത് എന്താണ്, മോക്ഷം. അതായത് ഈ 3 സ്റ്റേജ് കഴിഞ്ഞാലാണ് മനുഷ്യൻ. അപ്പോൾ ഇന്ത്യൻ കൾച്ചറാണ് നമ്മൾ പറയുന്നത്, ഇന്ത്യൻ എത്തോസ് ആണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അതാണ് ദാറ്റ് ഈസ് മോക്ഷ ഓർ സാൽവേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ അൾട്ടിമേറ്റ് എയിം ഓഫ് എവ്രി വൺ. അതായത് ഒരു മനുഷ്യ ആയുസ്സിൽ നമ്മൾ ഏറ്റവും എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റേജ് ആണെന്ന് പറയുന്നത് മോക്ഷ അഥവാ സാൽവേഷൻ എന്ന് പറയുന്നത്. മോക്ഷ മീൻസ് സെൽഫ് റിയലൈസേഷൻ, സ്വയം തിരിച്ചറിയുന്ന ഒരു സ്റ്റേജ്. ഞാൻ എന്താണ്, എന്ത് നേടി എൻ്റെ ജീവിതത്തിൽ, നമ്മളത് അവസാനമാണ് ചിന്തിക്കുക, അല്ലേ, ആ ഒരു സ്റ്റേജ് അതാണ്. ദാറ്റ് ഈസ് ഇറ്റ് മീൻസ് സെൽഫ് റിയലൈസേഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. And an individual selects a particular marga എന്നവിടെ ഇംഗ്ലീഷിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അവിടെ ഒരു ഇൻവെർട്ടഡ് കോമയിൽ സിംഗിൾ ഇൻവെർട്ടഡ് കോമയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. പക്ഷെ മാർഗം അതായത് നമ്മളെങ്ങനെ നമ്മുടെ എങ്ങനെ നമുക്ക് മോക്ഷം നേടാം എന്നുള്ളത് നമ്മളൊരു വഴി തിരഞ്ഞെടുക്കുന്നു. നമുക്ക് ജീവിതം ജീവിച്ചു തീർക്കാം, അല്ലെ, നല്ല രീതിയിൽ ജീവിച്ചു തീർക്കാനായിട്ട് സാധിക്കും, പൊട്ട രീതിയിലും ജീവിച്ചു തീർക്കാം. അപ്പോൾ അതിൽ നമ്മൾ എടുക്കുന്ന മാർഗം അതാണ് ഇതിൽ പറയുന്നത്. ഈ മോക്ഷം ലഭിക്കാനായിട്ട് നമ്മളൊരു പെർട്ടിക്കുലർ മാർഗം മലയാളത്തിൽ പറയുന്നത് മാർഗം നമ്മൾ തിരഞ്ഞെടുക്കും. അപ്പോൾ അതാണ് പറയുന്നത് ദാറ്റ് ഈസ് എന്തിൽ മോക്ഷ ഓർ സാൽവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും എന്തിനാണ് ഞങ്ങളിത് പഠിച്ചത്. പക്ഷെ നമ്മൾ കണക്ട് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് നമ്മളിത് പഠിച്ചത്. നമ്മളിനി മാനേജ്മെന്റിലേക്ക് ഇതിന് എന്ത് ചെയ്യും, ദാറ്റ് ഈസ് നമ്മൾ കണക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് ഈ 4 കാര്യങ്ങൾ എന്ന് പറയുന്നത്. ധർമ്മ, അർത്ഥ, കാമ, മോക്ഷം. ക്ലിയർ? ഇനി എന്താണ് പറയുന്നത്, ഇന്ത്യൻ എത്തോസ് നമ്മുടെ കൾച്ചർ എന്താണ്, ഗിവ് ഈക്വൽ ഇമ്പോർട്ടൻസ് ടു ദ സ്പിരിറ്റ് ആൻഡ് ദി മാറ്റർ. അതാണ് ഇന്ത്യൻ, ഞാൻ പറഞ്ഞു എത്തോസിന്റെ മീനിങ് ആണ് ദാറ്റ് ഈസ് ദ സ്പിരിറ്റ് എന്നുള്ള വേറെ മീനിങ്. അപ്പോൾ നമ്മുടെ ഒരു കൾച്ചർ സിസ്റ്റം അനുസരിച്ച്, നമ്മുടെ ഒരു വാല്യൂ സിസ്റ്റം അനുസരിച്ച് നമ്മൾ എന്തിനു കൊടുക്കുന്നുണ്ട്, ഒരു സ്പിരിറ്റ്, അതായത് നമ്മുടെ എന്താ പറയുക, നമ്മൾ ഇന്നർ സോൾ എന്നൊക്കെ പഠിച്ച് ഓർമ്മയില്ലേ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്കും അതുപോലെ മാറ്റർ എന്താണ് നമ്മുടെ ശരിയായിട്ടുള്ള മാറ്റർ എന്നാൽ രണ്ടിനും നമ്മൾ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്. അല്ലാതെ നമ്മൾ മെറ്റീരിയൽ തിങ്സിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുകയല്ല ചെയ്യുന്നത്. അതാണ് നമ്മൾ സ്പിരിറ്റ്, നമ്മുടെ ഇന്നർ സോളിന് മാത്രമല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, രണ്ടിനെയും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് ഇതെന്ന് പറയുന്നത് ഇന്ത്യൻ എത്തോസ് എന്ന് പറയുന്നത്. അതായത് പറയുന്ന തിയറി ഇങ്ങനെയാണ്, തിയറി എന്നല്ല, അതിൽ പറയുന്ന ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണ്, മാൻ ഹാസ് ടു എൻജോയ് ദ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ക്വാളിറ്റി ഓഫ് ലൈഫ്. അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യൻ അവരുടെ ജീവിതകാലത്ത് എന്ത് ചെയ്യണം, ഇന്റേണൽ ആയിട്ടുള്ള കുറേ ക്വാളിറ്റീസ് ഉണ്ടായിരിക്കും, പുറമെ നിന്ന് എക്സ്റ്റേണൽ ആയിട്ട് ഒരുപാട് ആളുകളായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ കുറേ കിട്ടുന്നത്, അത് രണ്ടും എൻജോയ് ചെയ്ത് ജീവിക്കണമെന്നാണ് നമ്മുടെ ഇന്ത്യൻ കൾച്ചർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ടാണ്, അപ്പോൾ ഞാനിതൊരു സ്ലൈഡിൽ കാണിക്കുന്നില്ല, പക്ഷെ അതുകൊണ്ടാണ് പറയുന്നത് പണ്ട് കാലത്തൊക്കെ ഒരു വിദ്യാഭ്യാസ രീതി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു,
നമുക്ക് ഗുരുകുല സമ്പ്രദായം അല്ലേ, വീട്ടിൽ തന്നെ ഗുരുവിൻ്റെ അടുത്ത് നിന്ന്, അതുപോലെ നമുക്കിങ്ങനെ ലെക്ചറിങ് ക്ലാസ്സൊന്നുമല്ല, ഗുരുവിൻ്റെ വീട്ടിൽ നിന്ന് ഗുരുവിൻ്റെ എല്ലാ പണികളും ചെയ്തു കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു എല്ലാം അങ്ങനെ അതിൽ കൂടെ അവരെന്ത് ചെയ്യുന്നു വിദ്യ നേടിയെടുക്കുന്ന ഒരു സിസ്റ്റം. അതായത് നമ്മൾ ഇന്ത്യൻ കൾച്ചർ നമുക്ക് അറിയണതാണ്, നമ്മൾ സോഷ്യൽ സയൻസിലോ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ അങ്ങനെയായിരുന്നു നമ്മുടെ കൾച്ചർ എന്ന് പറയുന്നത്. അപ്പം അന്നൊക്കെ നമ്മളിപ്പോൾ മുന്നോട്ട് പോകുന്നു, കാരണം ചേഞ്ചിങ് അല്ലേ, പല കാര്യങ്ങളും മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൾച്ചർ എങ്ങനെയാണ് പറയുന്നത്, നമ്മൾ ഇൻറ്റേർണൽ ആയിട്ടുള്ള ക്വാളിറ്റിക്കും എക്സ്റ്റേണൽ ആയിട്ടുള്ള ക്വാളിറ്റി എൻജോയ് ചെയ്യണമെന്നാണ് പറയുന്നത്. ആൻഡ് ടെക്സ്റ്റ് പറയുന്നത് എന്താണ്, എല്ലാത്തിനും ഇത് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ എല്ലാ സംഭവങ്ങളെയും കൂട്ടി യോജിപ്പിക്കാനായിട്ട് നമ്മളുടെ കൾച്ചർ പറയുന്നത് യൂണിവേഴ്സൽ ഗോൾ ഉണ്ടെന്നാണ് പറയുന്നത്. എന്താണ്, ദർ എക്സിസ്റ്റ് എ യൂണിവേഴ്സൽ എന്ന് പറഞ്ഞാൽ ആഗോളം എന്നല്ലേ നമ്മൾ പറയാം, യൂണിവേഴ്സൽ ഗോൾ വിച്ച് കണക്ട്സ് മാൻ വിത്ത് നേച്ചർ ആൻഡ് ദി കോസ്മോസ് അല്ലേ, കോസ്മോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സോളാർ, അങ്ങനെയുള്ള ആ കോസ്മോസും അതുപോലെ നമ്മുടെ നേച്ചറുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഒരു യൂണിവേഴ്സൽ ഗോൾ ഉണ്ടെന്നുള്ളൊരു വിശ്വാസമാണ് നമ്മൾക്ക് ഇന്ത്യൻ എത്തോസിലുള്ളതെന്നാണ് പറയുന്നത്. അതായത് എവറിത്തിങ് അണ്ടർ ദ സൺ ആൻഡ് ഇൻ ദ യൂണിവേഴ്സ് ആർ ഇന്റർകണക്റ്റഡ്. സൂര്യന് താഴെയുള്ളതും നമ്മുടെ യൂണിവേഴ്സിലുള്ള എല്ലാ സംഭവങ്ങളും എന്താണ്, പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ചില രാശിചക്രം, ഞാനിപ്പോൾ അതൊന്നും അങ്ങനെ പറയല്ല കേട്ടോ, പക്ഷെ നമ്മൾ ചെറുപ്പം തൊട്ട് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ചിലപ്പോൾ നമ്മുടെ നാട് ഇനി അങ്ങനെ ചില പല കാര്യങ്ങൾ അത് ഇന്ത്യൻ കൾച്ചർ അനുസരിച്ച് ഫോളോ ചെയ്ത് പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് നമ്മുടെ ഒരു ഇന്ത്യൻ വാല്യൂ സിസ്റ്റം അനുസരിച്ച് പറയുന്നത് സൂര്യന് കീഴിലുള്ള എല്ലാ സംഭവങ്ങളും അതേപോലെ അതായത് യൂണിവേഴ്സിലുള്ള എല്ലാ സംഭവങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് ഇന്ത്യൻ എത്തോസ്, അപ്പോൾ ഈ കാര്യങ്ങളാണ് ഇന്ത്യ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട് നമ്മുടെ എത്തോസ് സിസ്റ്റം. അതുപോലെ തന്നെ ഇന്ത്യൻ എത്തോസ് ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, കോപ്പറേഷൻ ആൻഡ് നോട്ട് കോമ്പറ്റീഷൻ. ആൻഡ് ഇന്ത്യൻ എത്തോസ് അനുസരിച്ച് പറയുന്നത് നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലും സഹകരിച്ച്, അതായത് യൂണിവേഴ്സിലുള്ള എല്ലാവരുമായിട്ട് സഹകരിച്ച് പരസ്പരം മത്സരിക്കാതെ നല്ലൊരു ജീവിതം നയിക്കണം എന്നുള്ളതാണ് ഇന്ത്യൻ എത്തോസ് സിസ്റ്റം ഫോക്കസ് ചെയ്യണമെന്നാണ് പറയുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് നമുക്കത് സാധിക്കാറുണ്ടോ? നമ്മൾ കോമ്പറ്റീഷനിലാണോ എല്ലാവരും ജീവിക്കുന്നത്? എല്ലാവരും ഒരു കോമ്പറ്റീഷനിലേക്ക് പോകുന്നുണ്ടോ? പോകുന്നുണ്ടോന്നല്ല, കോമ്പറ്റീഷനില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അതാണ് പറയുന്നത് അൺഹെൽത്തി കോമ്പറ്റീഷൻ ലീഡ്സ് ടു ടോട്ടൽ ഫെയിലിയർ ബോത്ത് വിത്തിൻ ദി ഓർഗനൈസ്. അപ്പോൾ നമ്മളൊന്ന് പതുക്കെ നമ്മുടെ ബിസിനസ്സിലേക്ക് അത് കണക്ട് ചെയ്ത് വരികയാണ് കേട്ടോ. ഞാനതിൽ എല്ലാ ലൈൻസുകളും പറയാത്ത കാരണമായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്കത് ഒരു കണക്ഷൻ വരുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കുക, നമ്മൾ ഇന്ത്യൻ എത്തോസ് സിസ്റ്റം എംഫസൈസ് ചെയ്യുന്നത് എന്തിനാണ്, ദാറ്റ് ഈസ് കോപ്പറേഷനാണ്, അല്ലാതെ കോമ്പറ്റീഷൻ അല്ല എന്നാണ് പറയുന്നത്. അതായത് അൺഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷൻസിന് പോയാൽ എന്താണെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതമായാലും ശരി, ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ കേസ് എടുത്താലും ശരി, അത് എന്തിലേക്ക് വന്ന് ഭവിക്കുമെന്നാണ് പറയുന്നത്, അത് ഫെയിലിയർ ആയി മാറുമെന്നാണ് പറയുന്നത്. അത് ഇന്നർ ആയാലും ശരി, ഔട്ടർ ഇന്റേർണലി ഓർ എക്സ്റ്റേർണലി ആയാൽ പോലും ആവശ്യമില്ലാത്ത കോമ്പറ്റീഷനിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് പരാജയത്തിൽ വന്ന് ഭവിക്കുമെന്നാണ് നമ്മുടെ ഇന്ത്യൻ എത്തോസ് സിസ്റ്റം പറയുന്നത്. കാരണം ആവശ്യമില്ലാത്ത കോമ്പറ്റീഷനിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്കെന്നെ അറിയാം, അത് നമ്മുടെ സ്ട്രെസ് ലെവൽ കൂട്ടും, നമ്മുടെ ടെൻഷൻ കൂട്ടും, ഫ്രസ്ട്രേഷൻ കൂട്ടും അല്ലേ. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ഇന്ത്യൻ കൾച്ചർ അല്ലെങ്കിൽ ഇന്ത്യൻ എത്തോസ് സിസ്റ്റമാണ് നമ്മൾ നമ്മുടെ ഓർഗനൈസേഷൻസിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൽ ഫോളോ ചെയ്തു വരുന്നത്. അതാണ് നമ്മൾ ഈ പറഞ്ഞു വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പറയുന്നത് കോമ്പറ്റീഷൻ വേണ്ട, പകരം കോപ്പറേഷനാണ് വേണ്ടത്. ആവശ്യമില്ലാതെ കോപ്പറേഷനിലേക്കൊക്കെ ആവശ്യമില്ലാതെ എന്താണ് പറയുന്നത്, അനാവശ്യമായിട്ടുള്ള ദാറ്റ് ഈസ് കോമ്പറ്റീഷനിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും, അതൊരു ഫെയിലിയറിലേക്ക് വന്ന് ഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം അനാവശ്യമായിട്ടുള്ള കോമ്പറ്റീഷനിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ടെൻഷനും സ്ട്രെസ്സും ഫ്രസ്ട്രേഷനും അല്ലാതെ എന്ത് ചെയ്യുന്നില്ല, വേറെ ഒന്നും തരുന്നില്ല എന്നാണ് പറയുന്നത്. ആൻഡ് വി ആർ ഫോളോയിങ് ദിസ് ഇൻ അവർ ബിസിനസ് ഓൾസോ. ക്ലിയർ? അപ്പോൾ അത് എത്രമാത്രം ഇപ്പോൾ നമ്മളത് യൂസ് ചെയ്യുന്നതല്ല, പക്ഷെ നമ്മുടെ വേര് അങ്ങനെ നിന്നാണ് വന്നിട്ടുള്ളതെന്നാണ് പറയുന്നത്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മുൻപ് അതായത് ഇങ്ങനെ ഫോളോ ചെയ്യാത്ത അല്ലെങ്കിൽ അൺഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷന് പോയിട്ടുള്ള പല കേസുകളും, അതായത് അൺഹെൽത്തി കോമ്പറ്റീഷന് പോയിട്ടുള്ള ചിലപ്പോൾ കേസുകൾ എന്താണ്, പ്രത്യേകിച്ച് ബിസിനസ്സിലൊക്കെ മാനേജേഴ്സ് അല്ലെങ്കിൽ അവിടുത്തെ തന്നെ പ്രത്യേകിച്ച് ചെറുപ്പം ആയിട്ടുള്ള മാനേജേഴ്സ്, അധികം എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത മാനേജേഴ്സ് ഒക്കെ ഇതിലേക്ക് പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഹാവ് എൻറ്റർഡ് ഇൻ സൂസൈഡ് ഓർ ഡിസ്മിസൽ. ആ രീതിയിലുള്ള ആവശ്യമില്ലാത്ത രീതിയിൽ. അപ്പം ഈ ഒരു സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യേണ്ടതാണ്. അതായത് കോമ്പറ്റീഷൻ അല്ല സഹകരണം എന്നുള്ളത്. പക്ഷെ അതൊന്നും എടുക്കാതെ ഓർഗനൈസേഷനിലൊക്കെ ബിസിനസ്സിലൊക്കെ വന്ന് ഓർഗനൈസേഷനിലൊക്കെ ജോലി കിട്ടി ആവശ്യമില്ലാത്ത കോമ്പറ്റീഷനിലേക്കൊക്കെ പോയി
ജീവൻ അവസാനിപ്പിച്ച സ്യൂസൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അല്ലേ, അല്ലെങ്കിൽ അവിടുന്ന് ഡിസ്മിസൽ അവരെ പിരിച്ചു വിട്ടിട്ടുള്ളതായിട്ടുള്ള ഒരുപാട് കേസുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, നമ്മുടെ ഇന്ത്യൻ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ദാറ്റ്സ് വൈ കണ്ടോ ഇന്ത്യൻ എത്തോസ് എൻകറേജസ് കോപ്പറേഷൻ, ട്രസ്റ്റ് ആൻഡ് ടീം സ്പിരിറ്റ് ഇൻ എവറി ഓർഗനൈസ്ഡ് ആക്ടിവിറ്റി. അതുകൊണ്ടാണ് ഇന്ത്യൻ എത്തോസ് എന്തിന് എൻകറേജ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്, നമുക്കൊരു കോപ്പറേഷൻ വേണം, സഹകരണം വേണം, ട്രസ്റ്റ് പരസ്പരം ഒരു വിശ്വാസം വേണം, ഒരു ടീം സ്പിരിറ്റ്, അതായത് എല്ലാവരും ഒത്തൊരുമിച്ച് വർക്ക് ചെയ്യാനുള്ളത് ഇത്രമാത്രം. അത് ഓർഗനൈസേഷൻസ് എന്നുള്ളതല്ല, എന്ത് ഓർഗനൈസ്ഡ് ആക്ടിവിറ്റി, ഈവൻ നമ്മുടെ പഠിക്കുന്ന കാര്യമായാലും ശരി, എന്ത് ഓർഗനൈസ് ചെയ്യുന്ന എന്ത് ആക്ടിവിറ്റിയിലാണെങ്കിലും ഈ കോപ്പറേഷൻ, ട്രസ്റ്റ് ആൻഡ് ടീം സ്പിരിറ്റ് വേണമെന്ന് ഇന്ത്യൻ എത്തോസ് പറയാനുള്ള റീസൺ ഇതാണ്. അപ്പം അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ എന്ത് ചെയ്തു നമ്മളിവിടെ പറഞ്ഞു പോകുന്നു. അപ്പോൾ ഇനി കുറച്ചും കൂടി നമുക്ക് അതിനെക്കുറിച്ചൊക്കെ പറയാനുണ്ട്. ഐ തിങ്ക് നമ്മുടെ ടൈം ഇത്രയായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ദാറ്റ്സ് ഫോർ ടുഡേ. താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്.